എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ആദർശിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, അമ്മ നാളെ അമ്പലത്തിൽ പോകുന്നുണ്ട്, ആ കൂട്ടത്തിൽ എനിക്കും അമ്പലത്തിൽ പോകണം, ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ദേവയാനിയും നയനയും കൂടെ ഒരുമിച്ചാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പം കനകയെ കാണുന്നുണ്ട്. അന്നേരം കനകയ്ക്ക് നയനോട് ഇത്തിരി ഒരു ഇഷ്ടക്കേടാണ്. അന്നേരം എന്താ അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, നിനക്കൊന്നും അറിയത്തില്ലേ, ഞാനും ഗോവിന്ദേട്ടനും എന്ത് ടെൻഷനോടെ ഇപ്പം ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നതെന്നറിയോ, ഞങ്ങളുടെ വിഷമമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നീരസത്തോടെയാണ് കനക നയനയുടെ അടുത്ത് നിന്ന് പോകുന്നത്. അത് കഴിയുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമമാവുന്നു. ദേവയാനി നയനയോട് പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇവരിങ്ങ് ഇറങ്ങി വരുന്നു. ഒരുമിച്ച് ഇറങ്ങി വരുന്നത് ജലജ കാണും കേട്ടോ, അമ്പലത്തിൽ വെച്ച് തന്നെ. ജലജയ്ക്ക് അന്നേരം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. ജലജ ഇത് വീട്ടിൽ പോയി പറയുന്നുണ്ട്. അന്നത്തേക്കും ആകെ വിഷമമാവുകയാണ് അനാമികയ്ക്ക്. കാരണം അനാമിക ആകെ ഒരു പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് ദേവയാനിയായിരുന്നല്ലോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അനാമിക പറയുന്നുണ്ട്, വല്യമ്മ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ, എങ്കിലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു പ്രതീക്ഷയിൽ വല്യമ്മയ്ക്കെങ്കിലും എന്നോട് ഇത്തിരി സ്നേഹമുണ്ടല്ലോ, അവളെ വല്യമ്മ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിവിടെ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമുഖ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.